ഗ്രാഫിക് ഡിസൈനേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് റീവർക്ക് അല്ലെങ്കിൽ റിജക്ഷൻ. സോ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? നമുക്ക് കുറച്ച് ഫ്രീ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡിസൈൻ എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം എന്ന് നോക്കാം. സോ നമ്മളിവിടെ നോക്കുന്നത് ഒരു 3 റിസോഴ്സസ് ആണ്: മോക്കപ്പ്, PNGs ആൻഡ് ഇൻസ്പിറേഷൻസ്. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇൻസ്പിറേഷനാണ്. കുറച്ച് ഡിസൈൻസിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ ഇൻസ്പിറേഷനായിട്ട് നമുക്ക് കുറച്ച് വെബ്സൈറ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ലോഗോ ബുക്ക്. നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കുറച്ച് ഇൻസ്പിറേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ലോഗോ ബുക്ക്. അതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഷേപ്പ് അനുസരിച്ചും ലെറ്റേഴ്സ് നമ്പേഴ്സ് അനുസരിച്ച് ഒബ്ജക്ട്സ് അതേപോലെ തന്നെ ബിസിനസ് അനുസരിച്ചൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഷേപ്സിൽ തന്നെ പല ഷേപ്സുകളുണ്ട്. അതിൽ ഒരുപാട് ഷേപ്സ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡിസൈൻസ് പറ്റുന്നുള്ള കുറച്ച് ഇൻസ്പിറേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യല്ല പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ ഡിസൈൻസാണ്. സോ നമുക്ക് ഇവിടുന്ന് ഇൻസ്പിറേഷൻസ് മാത്രം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്പേഴ്സ് ലെറ്റേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ലോഗോസുകളും ഷേപ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പ്രൊജക്ട്സിലേക്ക് നിങ്ങൾക്കിത് ഇതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡിസൈൻ ഇൻസ്പിറേഷൻസ്. നമുക്ക് നിലവിൽ ഒരുപാട് കളേഴ്സിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിലവിൽ നമ്മുടെ കളർ വീലിലൂടെ പിക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ കളേഴ്സിനനുസരിച്ചുള്ള ഡിസൈൻസ് നമുക്കിവിടെ പോസ്റ്റേഴ്സ്, ബ്രോഷേഴ്സ്, വിസിറ്റിംഗ് കാർഡ്സ്, ഫോട്ടോസ്, നമുക്ക് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ കളർ പിക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിനനുസരിച്ചുള്ള പല തരത്തിലുള്ള കളേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് ഒരുപാട് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് നിങ്ങളുടെ ഡിസൈൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കളേഴ്സിൻ്റെയും നിങ്ങളുടെ കുറച്ച് ഇൻസ്പിറേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് ബെസ്റ്റ് ഒരു വെബ്സൈറ്റാണ്. ഇതിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ സിമിലർ കളേഴ്സായിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള വെബ്സൈറ്റുകളാണ്. കളേഴ്സ് പിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ കളേഴ്സിനനുസരിച്ചുള്ള തീമിനനുസരിച്ചുള്ള പോസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രോഷേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. സോ ഡിസൈൻ ഇൻസ്പിറേഷനാണ് സെക്കൻഡ് വൺ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് ടൈപ്പോഗ്രാഫിക് പോസ്റ്റേഴ്സ്. നിലവിൽ നിങ്ങൾ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡിസൈനേഴ്സിൻ്റെ ഒക്കെ പുതിയ രീതിയിലുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൈപ്പോഗ്രാഫി വെച്ചിട്ടുള്ള കുറച്ച് റെട്രോ രീതിയിലുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള ഡിസൈൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനെ പറ്റിയൊരു വെബ്സൈറ്റാണ് ടൈപ്പോഗ്രാഫിക് പോസ്റ്റേഴ്സ്. സോ ഇതിൽ ഒരുപാട് രീതിയിലുള്ള കളക്ഷൻസ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ടൈപ്പോഗ്രാഫിക്കായിട്ടുള്ള അതിലും കുറച്ച് കളേഴ്സ് രീതിയിലുള്ള ഒരുപാട് പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു സെക്ഷൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ ആ ഒരു സെക്ഷൻ്റെ അനുസരിച്ചാണ് ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. സോ ഈ ഡിസൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഡിസൈൻസ് കുറച്ചുകൂടെ വേറിട്ട് നിൽക്കുന്നതാണ്. സോ യൂഷ്വലി ഉള്ള ഡിസൈൻസിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നിങ്ങളുടെ ഡിസൈൻസും നിങ്ങളുടെ രീതിയിലുള്ള നിങ്ങൾക്ക് പറ്റുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് PNGs ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് PNG ആവശ്യമായിട്ട് വരും. നമുക്ക് PNGs എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. സോ നമുക്ക് PNGസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകൾ പരിചയപ്പെടാം. സോ ഫസ്റ്റ് വൺ ഈസ് PNG വിങ്സ്. PNG വിങ്സിൽ നമ്മളിവിടെ ഒരു സെർച്ച് വരുന്നുണ്ട്. ആ സെർച്ചിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണ്ടുന്ന ഒരു PNG അവിടെ സെർച്ച് ചെയ്ത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അവിടെ ബേർഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് പേടിൻ്റെ രീതിയിലുള്ള പല രീതിയിലുള്ള PNGs നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിസൈൻസിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്ട്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ക്ലീൻ PNG ആണ്. ക്ലീൻ PNGയും അവിടെ ഒരു സെർച്ച് ബാറുണ്ട്. സെർച്ചിൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഫോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോണിൻ്റെ ഒരുപാട് PNGs നമുക്ക് കിട്ടും. നമുക്ക് അതേപോലെ കാറ്റഗറീസ് കിട്ടും. മൊബൈൽസ്, ടെലിഫോൺസ്, ഐക്കൺസ്, നമുക്ക് പല രീതിയിലുള്ള സംഭവങ്ങൾ നമ്മളവിടെ നിന്ന് കിട്ടുന്നതാണ്. സോ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻസാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട്സുകളിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വെബ്സൈറ്റാണ്.
നിങ്ങളിത് ചെക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് PNG ട്രീ ആണ്. PNG ട്രീയിൽ PNGs മാത്രമല്ല, നിങ്ങൾക്ക് നിരവധി ടെംപ്ലേറ്റ്സും ബാക്ക്ഗ്രൗണ്ട്സും അതേപോലെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. സോ നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ സെർച്ച് ചെയ്ത് PNG എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് PNGs നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു കോസ്റ്റും ഇല്ല, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിലവിൽ PNG മാത്രമല്ല, നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു തീമിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇതിന് ശേഷം ഫ്രീ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രീമിയം മോക്കപ്സ് നോക്കാം, ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഫസ്റ്റ് വൺ ഈസ് പിക്സൽ ആൻഡ് ക്ലബ്. ഇതിൽ നമുക്ക് നിരവധി ഫ്രീ ആയിട്ടുള്ള PSD മോക്കപ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് തരത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം നിങ്ങളിപ്പോൾ ഒരു ഫ്ലയർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഫ്ലയറിൻ്റെ ഡിസൈൻസ് വരുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ടോട്ടലി ഫ്രീ ആണ് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ വേർഷൻസ് അവിടെ കാണാൻ പറ്റും, ഏതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. സോ ഇവിടെ പ്രീമിയം ഉള്ളത് കൊണ്ട് ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ ഐക്കൺസ് ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ടെംപ്ലേറ്റ് മാത്രമല്ല, മോക്കപ്സ് മാത്രമല്ല ഉള്ളത്, ഐക്കൺസ് ഉണ്ട്, അതേപോലെ തന്നെ വെക്ടേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് എഫക്ട്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ പ്ലീസ് ചെക്ക് ദിസ് വെബ്സൈറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് മോക്കപ്പ് വേൾഡ് ആണ്. മോക്കപ്പ് വേൾഡ് എല്ലാവർക്കും അറിയുന്നൊരു വെബ്സൈറ്റാണ്. നമുക്കിവിടെ ഒരു ബോക്സിൻ്റെ മോക്കപ്പ് വേണം നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോക്സിൻ്റെ ഒരുപാട് മോക്കപ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മോക്കപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കാറ്റഗറീസിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള മോക്കപ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇവിടെ ഒരു ഐപാഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഐപാഡിൻ്റെ പല വേർഷൻസിലും പല ആംഗിളിലുള്ള ഒരുപാട് മോക്കപ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പറയുന്ന വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊജക്ട്സിൽ നിങ്ങൾ യൂസ് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ്. സോ അതിലൂടെ നിങ്ങളുടെ ക്ലയൻസിൻ്റെ റിജക്ഷൻസ് ആണെങ്കിലും റീവർക്കുകളാണെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നതാണ്. സോ പ്ലീസ് ചെക്ക് ദിസ് വെബ്സൈറ്റ്. ഇതിൻ്റെ ലിങ്കുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും.